വയനാട്ടിലെ ദുരിതബാധിത പ്രദേശം സന്ദർശിക്കാനായിട്ട് ഇപ്പോഴത്തെ ലാലേട്ടൻ എത്തിയിരിക്കുന്നു എന്നൊരു വാർത്തയാണല്ലോ ഇന്ന് രാവിലെ മുതൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടായിരുന്നു മുംബൈയിൽ നിന്നും കാലിക്കറ്റ് വിമാനത്താവളത്തിൽ ലാലേട്ടൻ എത്തിയത്. ഇന്നിപ്പോഴത്തെ വയനാട്ടിൽ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനായിട്ട് ലാലേട്ടൻ എത്തിയിരിക്കുകയാണ്. ഇന്നലെ തന്നെ വാർത്തകളിൽ ഉണ്ടായിരുന്നത് പോലെ ലാലേട്ടൻ ഒരു നടനായിട്ട് സിനിമാ താരമായിട്ടല്ല ദുരിതബാധിത പ്രദേശത്ത് എത്തിയിരിക്കുന്നത്, മറിച്ച് സൈനിക വേഷം ധരിച്ച് കേണൽ പദവി ഉപയോഗിച്ചാണ് ലാലേട്ടൻ എത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സൈനിക വേഷത്തിലുള്ള ലാലേട്ടനെ നമുക്ക് ദുരിതബാധിത പ്രദേശത്ത് കാണാം. ഒപ്പം തന്നെ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു കൊടുക്കുന്ന മറ്റു ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ലാലേട്ടൻ്റെ മദ്രാസിൽ നിന്നുള്ള ബറ്റാലിയനോടൊപ്പമാണ് ലാലേട്ടൻ ഇതിനോടകം തന്നെ ദുരിതബാധിത പ്രദേശത്ത് എത്തിയിരിക്കുന്നത്. ലഫ്റ്റനന്റ് കേണലായിട്ട് എത്തിയ ലാലേട്ടൻ ഇതിനോടകം തന്നെ ദുരിതബാധിത പ്രദേശങ്ങൾ കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു കാഴ്ച നാം കണ്ടിരുന്നു. അവിടെ കൂടുതൽ സഹായങ്ങൾ ഇതിനോടകം തന്നെ ലാലേട്ടന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം സംഭാവനയായിട്ട് നൽകിയ ലാലേട്ടൻ ഇപ്പോഴത്തെ ലാലേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരിലുള്ള ട്രസ്റ്റായ വിശ്വശാന്തി ഫൗണ്ടേഷനിലൂടെ കൂടുതൽ സഹായങ്ങൾ നൽകാനായിട്ട് ഒരുങ്ങുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. 3 കോടി രൂപയാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി ലാലേട്ടൻ ആദ്യഘട്ടമായിട്ട് നൽകാനായിട്ടിരിക്കുന്നത്. കൂടാതെ 2000 പേർക്ക് അടുത്ത ഒരാഴ്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാവിധ ചെലവുകളും ലാലേട്ടൻ നൽകുമെന്നാണ് പുറത്തുവരുന്ന വിവരം. എല്ലാ ക്യാമ്പുകളും സന്ദർശിക്കുകയും വേണ്ടതെല്ലാം തന്നെ ചെയ്തു കൊടുക്കുമെന്ന് കൂടിയാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വയനാടിനോടൊപ്പം നിൽക്കുന്ന ലാലേട്ടനെയാണ് നമുക്ക് നിലവിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലാലേട്ടൻ സംഭാവന നൽകാനായിട്ട് വൈകുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഇന്നലെ 25 ലക്ഷം നൽകിയെന്നൊരു വാർത്ത വന്നതിന് ശേഷം ഇത്രയുമേ കൊടുത്തുള്ളൂ തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു അടുത്ത വിമർശനമായിട്ട് ഉയർന്നത്. ഇന്നിപ്പോഴത്തെ സൈനിക വേഷത്തിൽ ദുരിത പ്രദേശങ്ങളിലെത്തിയ ലാലേട്ടന് ആ വേഷത്തിലെത്തിയതിന്റെ പേരിലെ വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നൊരു കാഴ്ച നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്തായാലും ലാലേട്ടൻ എന്ത് ചെയ്താലും പ്രശ്നമാണ് എന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിവുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിമർശകർക്കുള്ള മറുപടി ലാലേട്ടൻ കൊടുത്തുകൊണ്ടേയിരിക്കും. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾ കേട്ട്.